ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാനും ഏട്ടനും കൂടെ ഒന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ ദേ ഇവിടെ മൈതാനി നേർച്ച നടക്കുന്നുണ്ട്, അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ആദ്യം വിചാരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന്, പിന്നെ ദേ ഒടുക്കത്തെ വെയിലും തിരക്കും പിന്നെ പാർക്ക് ചെയ്യാനൊന്നും സൗകര്യം ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പം ഞാനൊരു പുതിയ മൂക്കുത്തി വാങ്ങിയിട്ടുണ്ട്. ഗോൾഡൊന്നും അല്ല, ഒരു ഫാൻസി ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര വലിയ മൂക്കുത്തി ഇടുന്നത് കേട്ടോ. പക്ഷേ ആ മൂക്കുത്തി എൻ്റെ മൂക്കിനോട് സെറ്റ് ആവുന്നില്ല, ഇങ്ങനെ പൊന്തിരിക്കുകയായിരുന്നേ. അങ്ങനെ പള്ളിക്കുന്ന് വഴി നമ്മൾ പോകുന്നത് എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മച്ചിയുടെ കടയിലേക്കാണ് കേട്ടോ. ഏട്ടൻ എപ്പോഴും പറയാറുണ്ട് അമ്മച്ചിയുടെ കടയിൽ നിന്ന് ചോറ് കഴിച്ച്, അമ്മച്ചിയുടെ കടയിൽ നിന്ന് ചോറ് കഴിച്ചെന്ന്. ഏട്ടന് വർക്കുള്ള ടൈമിനെല്ലാം ഉച്ചയ്ക്ക് വന്നിട്ട് ചോറ് കഴിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് എന്നെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഏട്ടൻ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളെങ്കിലും ഞാൻ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കൈയെല്ലാം കഴുകി അകത്തേക്ക് ഇരുന്നിട്ട്, അധികം വലിയ സെറ്റപ്പൊന്നും ഇല്ല. ഒരു അമ്മച്ചിയാണ് ഇവിടുത്തെ മെയിൻ ഇട്ടത്. ഇതാണ് നമ്മുടെ അമ്മച്ചി, ഏട്ടൻ പറയുന്ന അമ്മച്ചി കേട്ടോ. നല്ല സുന്ദരിയായിട്ടുള്ളൊരു അമ്മച്ചിയായിരുന്നു. അപ്പം അമ്മച്ചിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കഴിച്ചു പോയവരുടെ മേശയെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് അമ്മച്ചി കേട്ടോ. അപ്പോൾ അതേ തിരക്ക് കൂടി വരികയാണ്. ഓരോരുത്തർ ഉച്ചയ്ക്കുള്ള ചോറിന്, അമ്മച്ചിയുടെ ചോറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കുറേ ആൾക്കാർ പാഴ്സൽ വാങ്ങുന്നുണ്ട്. അപ്പം ഞങ്ങളും ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. സഹായത്തിന് ഞാൻ മറ്റാരെയും കണ്ടിട്ടുണ്ടായില്ല കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യുന്നവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും, അങ്ങോട്ടൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ഫുഡ് കൊണ്ടുതരാനും വിളമ്പിത്തരാനും വെള്ളം കൊണ്ടുതരാനും അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ അമ്മച്ചി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനോട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇല വന്നിട്ടുണ്ട്, നല്ല വാഴ ഇല വന്നിട്ടുണ്ട്. പിന്നെ അമ്മച്ചി ഞങ്ങൾക്ക് വെള്ളം ഒഴിച്ച് തന്നിട്ടുണ്ട്. നല്ല കരിങ്ങാലി വെള്ളമായിരുന്നു, അത്യാവശ്യം കുടിക്കാൻ പാകത്തിനുള്ള ചൂടുള്ള വെള്ളമായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളവും വന്നിട്ടുണ്ട്. പിന്നെ ഇതേ ചോറ്, വയറ് നിറച്ച് ചോറ് വിളമ്പുന്നുണ്ട് കേട്ടോ. നമ്മൾ മതിയെന്ന് പറയുന്നവരെ വിളമ്പിയും കൊണ്ടിരിക്കും. അപ്പോൾ എനിക്കും ഇതേ ചോറ് ഇട്ടിട്ടുണ്ട്. വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആൾക്കാർ ഭയങ്കരമായിട്ട് കൂടി വരികയായിരുന്നു കേട്ടോ. ഉച്ചയൊരു ടൈമായപ്പോൾ തന്നെ ചോറുണ്ണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ അമ്മച്ചിയുടെ കൈപ്പുണ്യം കൊണ്ട് ഓരോരുത്തർ എന്താ പറയുന്നത് അവിടേക്ക് തന്നെ വരികയാണ് കേട്ടോ. നമ്മൾ ഈ പറയുമ്പോഴും കാണുമ്പോഴൊന്നും വലിയൊരു സെറ്റപ്പൊന്നും നമുക്ക് തോന്നിയില്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഊണ് കഴിക്കുന്നൊരു ഫീലാണ്. പിന്നെ ഒന്നും പറയാനില്ലായിരുന്നു, കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു ഫുഡ്. പിന്നെ ഏട്ടൻ ഇവിടുന്ന് തന്നെയാണ് അധികം കഴിക്കാറ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്ന് പറയും. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു മോരുകറി ഒഴിച്ചിട്ടുണ്ട്, പിന്നെ നല്ല സാമ്പാറായിരുന്നു, പിന്നെ ഒരു ഉപ്പേരി, പിന്നെ ഇരുമ്പം പുളി എന്ന് പറയില്ല അതിൻ്റെ ഒരു അച്ചാറും കൂടി ആയിരുന്നു കേട്ടോ. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു. മീൻകറി നമ്മൾ ആദ്യം ഒഴിച്ചില്ല, പിന്നെ കുറച്ച് കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ചും മീൻകറിയും കൂടെ വാങ്ങി കഴിച്ചു. ഏട്ടൻ വാങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ എല്ലാ കറിയും എനിക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാബേജും ക്യാരറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു തോരനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നമ്മുടെ ഇലയിൽ റെഡി ആയിട്ടുണ്ട്, ഇനി കഴിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ആ ഇരുമ്പമ്പുളീൻ്റെ അച്ചാറായിരുന്നു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ തന്നെ വാരി വെള്ളം ഊറാൻ തുടങ്ങി. ഏട്ടനും പിന്നെ കൂളായിരുന്നു കഴിക്കണം. ഏട്ടൻ ഇവിടുന്ന് ഒരുപാട് വട്ടം കഴിച്ചിട്ടുണ്ടല്ലോ. ആളുകളുടെ തിരക്കും അതുപോലെ തന്നെ അമ്മച്ചി അവരോട് പെരുമാറുന്നതും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരും അമ്മച്ചിയും തമ്മിൽ ഭയങ്കര ഒരു ബന്ധമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അമ്മച്ചിയുടെ ഭക്ഷണം ഇഷ്ടപ്പെട്ട് തേടി വരികയാണ്. അപ്പോൾ അച്ചാർ അടിപൊളിയായിരുന്നു കേട്ടോ, പൊള്ളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ അച്ചാറായിരുന്നു ആദ്യം കഴിച്ചത്, പിന്നെ ഒന്നും നോക്കിയില്ല, നല്ലോണം ഇരുന്ന് കഴിച്ചു. ചോറും കറിയും എല്ലാം മിക്സ് ചെയ്ത് കഴിച്ചു. നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ, ചൂടുണ്ടായിരുന്നു. ഫാന് നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേ മത്തി വന്നിട്ടായിരുന്നു, മത്തി അയിലായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ മത്തി കൊണ്ടുവരുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മീൻ പൊരിക്കുന്നത് ഭയങ്കര അടിപൊളിയാണെന്ന്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. മസാലയ്ക്കൊക്കെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അത്യാവശ്യം നല്ല എരിവൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നിട്ടോ. പക്ഷേ അടിപൊളിയായിരുന്നു. എന്താ പറയുക, മത്തി മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം, അങ്ങനെ ഒരു മസാലയായിരുന്നു ആ മത്തിയിൽ കേട്ടോ. അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഓരോ മത്തിയൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ചോറും നല്ലോണം ആസ്വദിച്ചിരുന്നു കഴിച്ചു. ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ എന്താ പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാ കറിക്കും അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല കേട്ടോ. ഒരു എന്താ പറയുന്നത് ആ അമ്മച്ചിയുടെ കൈപ്പുണ്യം തോന്നുന്നുണ്ട്, കാരണം ഇത്രയും പേരെ ആകർഷിക്കുന്നത് ആ കൈപ്പുണ്യം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ മുഴുവൻ ചോറും കഴിച്ചിട്ടാണ് എന്താ പറയുന്നത് എഴുന്നേറ്റത്. അതുപോലെ തന്നെ നമുക്ക് കഴിച്ച് പകുതിയായപ്പോൾ തന്നെ പപ്പടം അതുപോലെ തന്നെ കുറച്ച് മോരും കൂടെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പടം മോരും കൂടെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മച്ചി ഒറ്റയ്ക്കാണ്, മെയിൻ അമ്മച്ചിയാണ്. എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും എല്ലാം കൊണ്ടു കൊടുക്കുന്ന അമ്മച്ചിയാണ്. പിന്നെ അവിടെ പതിവായിട്ട് സ്ഥിരമായിട്ട് വരുന്നവർ സ്വന്തം തന്നെ ചോറ് വിളമ്പുന്നു, കറി വിളമ്പുന്നു, കഴിക്കുന്നു. ഭയങ്കര ഒരു ബന്ധത്തിലാണ് കേട്ടോ അവിടെ വരുന്നവരും പോകുന്നവരൊക്കെ അമ്മച്ചീനോട്. അപ്പോൾ ചോറ് അടിപൊളിയായിരുന്നു. വീഡിയോ വിശേഷം ഇത്രയുള്ള പുതിയൊരു വീഡിയോ കാണാൻ. ടാറ്റാ ബൈ ബൈ.